ഡൽഹിയിൽ റെഡ് ഫോർട്ടിനടുത്ത് സ്ഫോടനമുണ്ടായത് ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തത വരാത്ത കുറേയേറെ അറിവുകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നിഗമനത്തിലെത്തണം എന്നറിയാതെ പല രൂപത്തിൽ ചർച്ചകൾ വ്യാപിക്കുന്നുണ്ട്. വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന പേരിൽ ഒരു ടേം രൂപീകരിച്ച്, അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരായ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഫോടനത്തിന് മുമ്പ് ഡോക്ടർമാരായ ചിലരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ, മെഡിക്കൽ പ്രൊഫഷണലുകളായ ചിലരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലവുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ടോ എന്ന രൂപത്തിലെല്ലാം ചർച്ചകൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഡൽഹിയിലെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ ഞെട്ടലോടെയാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് അൽഫല യൂണിവേഴ്സിറ്റി, അവിടെയുള്ള ചില മെഡിക്കൽ പ്രാക്ടീഷണർ, അവരുമായി ഈ സ്ഫോടനം നടത്തിയ ആളുമായി ബന്ധമുണ്ടോ, ഈ സ്ഫോടനം നടത്തിയതിന് മുമ്പ് അറസ്റ്റിലായ ചില പ്രൊഫഷണൽസ്, ഇങ്ങനെ തുടങ്ങി ചില നിഗമനങ്ങൾ വൈറ്റ് കോളർ ടെററിസം എന്ന രൂപത്തിലൊക്കെ, വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന രൂപത്തിലൊക്കെ ഒരു ടേം രൂപീകരിക്കാനും അതിനെ പ്രതി ചർച്ച ചെയ്യാനും ഒക്കെ മീഡിയകളിലൊക്കെ അങ്ങനെയുള്ളൊരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ വരാതെ, ഒരു സ്ഥിരീകരണം വരാതെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്, അത് എന്ത് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്? അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സാലിം ഇതിൻ്റെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇതിൽ യാതൊരു വ്യക്തതയും ഇതേവരെ വന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഡൽഹി നഗരത്തിനകത്ത് ഒരു സ്ഫോടനം ഉണ്ടായി, 13 പേരും മരിച്ചു. ആ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് സംശയിക്കുന്ന ആളുകളെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനു മുമ്പ് ഒരു 20 ദിവസമായിട്ട് ജമ്മു കാശ്മീർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അൽഫല എന്ന് പറയുന്ന സർവകലാശാലയുടെ, അത് ഒരു മെഡിക്കൽ സർവകലാശാലയാണ്, അവിടുത്തെ ആശുപത്രിയിൽ ജോലി ചെയ്യുകയും അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, 2-3 ഡോക്ടർമാർ അറസ്റ്റിലാവുന്നു. ഒന്നത് ഞാൻ പേര് കുറിച്ച് വെച്ചിട്ടുണ്ട്, ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനൈ എന്നുള്ളതാണ് ഒരാൾ, പിന്നെ ഒരു ഡോക്ടർ ഷഹീൻ, പിന്നെ ഒരു ഡോക്ടർ ആദിൽ. ഈ 3 പേരാണ് അറസ്റ്റിലാവുന്നത്. അതിനെ ചൊല്ലി ഇപ്പം ഹരിയാന പോലീസ് ഒരു വിവരം തരുന്നുണ്ട്, ജമ്മു കാശ്മീർ പോലീസ് വേറൊരു വിവരം തരുന്നുണ്ട്. ഹരിയാന പോലീസ് നൽകുന്ന വിവരം ഇവരിൽ നിന്നായിട്ട് 350 കിലോ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തു എന്നുള്ള വിവരമാണ് ഹരിയാന പോലീസ് തരുന്നത്. ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലുള്ള പല ഭാഗങ്ങളിലായിട്ട് പരിശോധന നടത്തി 7 പേരെ അറസ്റ്റ് ചെയ്തു, 2900 കിലോ സ്ഫോടക വസ്തു പിടിച്ചെടുത്തു, ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, അതിൽ AK-47 അടക്കമുള്ള തോക്കുകളുണ്ട്. ഈ വിവരങ്ങളൊക്കെ ജമ്മു കാശ്മീർ പോലീസും തരുന്നുണ്ട്. ഈ വിവരം വന്നതിന് ശേഷമാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ ഡോക്ടർമാരുമായിട്ട് ഇതേ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇതേ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർക്കും ഇവർക്കും തമ്മിൽ ബന്ധമുണ്ട്. ആ ഡോക്ടറാണ് ഈ കാർ ഓടിച്ചിരുന്നത് എന്ന് സംശയിക്കുന്നു. അത് ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അവരുടെ സംശയമാണ്, നല്ല സാധ്യത കൂടുതലാണ്. അത് സ്ഥിരീകരിക്കാനായിട്ട് മറ്റ് പരിശോധന, DNA അടക്കമുള്ള പരിശോധനകളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുകയാണ്. ഇതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളാകാം എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു സംഘടനയുടെയും പേര് പറയുന്നുണ്ട്, അതായത് അൽ ഖ്വയ്ദയുടെ ഇന്ത്യയിലെ ഘടകം എന്നുള്ള മട്ടിൽ വിശേഷിപ്പിക്കപ്പെടുന്ന അൻസാർ എന്ന പേര്, എൻ്റെ പേര് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അൻസാർ ഗസ്വദുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേര് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് അതാണ് അൽ ഖ്വയ്ദയുടെ ഇന്ത്യയിലെ ചാപ്റ്ററായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇത്രയും വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾ പരസ്യമായി പറയാതെ പല സോഴ്സുകളിൽ നിന്നായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക്, ഇത്രയും വിവരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ടാണ് ഈ 4 ഡോക്ടർമാരുടെ പങ്കാളിത്തം ഇതിലുണ്ട് എന്നുള്ള വിവരങ്ങൾ. അതിൽ 3 ഡോക്ടർമാരുടെ കാര്യം അന്വേഷണ ഏജൻസികൾ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതാണ്. 4ാമത്തെ ഡോക്ടറെ കണക്ട് ചെയ്യുന്ന അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തുകൊണ്ട് വലിയ ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് തുടങ്ങി വയ്ക്കുക മാത്രമല്ല, അതിൽ വലിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള തമാശ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അൽ ഖ്വയ്ദയുടെ തലവൻ ഏത് ഡിഗ്രി പഠിച്ച ആളാണ്, ഏത് വിഷയത്തിൽ PhD എടുത്ത ആളാണ് എന്ന് തുടങ്ങി ഇങ്ങോട്ട് ഇപ്പോൾ അറസ്റ്റിലായ ആളുകളുടെ വരെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു നേരത്തെ മുതൽ നിലനിൽക്കുന്നതാണ്. ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലൊക്കെ നേരത്തെ മുതൽ പങ്കാളികളായിരുന്നു.
അവരിന്ന ആളുകളൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനങ്ങളൊക്കെ. അത് ഏതാണ്ട് ഒരു പക്ഷത്തെ, ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതുമാണ്. അത് നമ്മൾ കാണാതിരുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരായ ആളുകളൊക്കെ ഇതിൽ പങ്കാളികളാവുമോ എന്ന് മനുഷ്യന്മാർക്ക് സാമാന്യം പോലുള്ളൊരു സംശയം തുടക്കത്തിലുണ്ടാവും. ഇത് വാർത്ത കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ 2900 കിലോ സ്ഫോടക വസ്തു പിടിച്ചു, അല്ലെങ്കിൽ 350 കിലോ സ്ഫോടക വസ്തു പിടിച്ചു, തോക്കുകൾ പിടിച്ചു, അതിൽ അറസ്റ്റിലായത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് എന്ന് പറയുമ്പോൾ അയ്യോ അവരൊക്കെ ഇതിൽ പങ്കാളികളാവുമോ എന്നുള്ളൊരു തോന്നൽ ആളുകളിൽ ഉണ്ടാവും. അതിൻ്റെ തുടർച്ചയിലാണ് ഈ ടേമിനെ ഉപയോഗിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. നമ്മൾ വേറൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഹാത്മാഗാന്ധി വധക്കേസിൽ ആരോപണ വിധേയനായി വിചാരണ നേരിട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട VD സവർക്കർ അന്നത്തെ കാലത്ത് ബോംബെ പ്രസിഡൻസിയിലുള്ള ഫെർഗൂസൺ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം എടുക്കുകയും ലണ്ടനിൽ പോയി നിയമബിരുദം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. അതായത് അത്രയും അന്നത്തെ കാലത്താണ് പറയുന്നത്, ഫെർഗൂസൺ കോളേജിൽ പോയി BA ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ, അല്ല BAക്ക് പഠിക്കണമെങ്കിൽ, ഹിസ്റ്ററി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, BAക്ക് പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം തന്നെ. അത് കഴിഞ്ഞ് അദ്ദേഹം ലണ്ടനിൽ പോയിട്ട് ബാരിസ്റ്റർ ആവാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് പിൽക്കാലത്ത് മഹാത്മാഗാന്ധി വധക്കേസിൽ ആരോപണ വിധേയനായി മാറിയ ഒരാൾ. ഈ റീസെൻ്റായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ മാലേഗാവ് ബോംബ് ബ്ലാസ്റ്റ് കേസിൻ്റെ വിധി ഈ അടുത്ത കാലത്താണ് വന്നത്. അതിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട ആളുകളുണ്ട്. നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഒന്ന് പ്രഗ്യാ സിംഗ് ഠാക്കൂറാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ ചരിത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഭിനവ് ഭാരത് എന്ന സംഘടനയിൽ പ്രവർത്തിച്ച് ഈ പറയുന്ന ആരോപണ വിധേയയായി മാറുന്നത്. അവരിപ്പോൾ കോടതി കുറ്റവിമുക്തമാക്കി നിർത്തിയിട്ടുണ്ട്. ആ കേസിൽ തന്നെ 2 സീനിയറായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. കേണൽ ശ്രീകാന്ത് പുരോഹിതും മേജർ രമേഷ് ഉപാധ്യായ, അതാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇവർ 2 പേരും ഉണ്ടായിരുന്നു. ഇക്കാലത്തൊന്നും നമ്മൾ വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ചോ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചുള്ള അത്ഭുതത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എങ്ങനെയാണോ ഇത്തരം ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ മതവുമായി അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ വിശ്വാസം പിന്തുടരുന്ന ആളുകളെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനും വെറുപ്പിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ ശ്രമം നടന്നിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കാനുള്ള പണിയാണ് ഇത്തരം വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചില ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാമല്ലോ, ഇപ്പോൾ ലവ് ജിഹാദ്, അതുപോലെ ഡോക്ടർ ജിഹാദ്, അതുപോലെ നർക്കോട്ടിക് ജിഹാദ്, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് ഈ ചർച്ചകൾ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തതെന്ന്, അത് എന്ത് ഫലമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വേറൊരു എക്സ്റ്റൻഷനായി മാത്രമേ നമുക്ക് ഈ പ്രയോഗത്തെ കാണാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി, ഇപ്പോൾ ഇങ്ങനെയുള്ള ഭീകരവാദത്തിൽ ഏർപ്പെടുന്നവർ, അവർ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കും. അവരെ മറ്റുള്ളവർ തീവ്രവാദം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ നിർത്തുകയോ ചെയ്ത് അതിന് പാത്രമാകാൻ രൂപത്തിൽ, വിധേയപ്പെടാൻ രൂപത്തിൽ സാധാരണയായി അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ മാനവിക ചിന്തയോ ജനാധിപത്യ ബോധമോ മതേതരത്വ ബോധമോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ചിന്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കിടയിൽ ഈ വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ, നന്നായി ചിന്തിക്കുന്ന, അങ്ങനെ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ജീവിക്കേണ്ടവർ എന്ന് വിശ്വസിക്കുന്നവർ ഭീകരവാദത്തിൽ ഏർപ്പെടുമ്പോഴുള്ളൊരു ഞെട്ടലുണ്ടല്ലോ. അത് രണ്ടും വ്യത്യാസം, രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഇതിനൊരു പ്രത്യേക ഒരു പദവി കൊടുത്ത് തന്നെ ചർച്ച ചെയ്യാനുള്ളൊരു കാരണം? അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളീ പറയുന്ന ഈ എന്താ പറയുക, ഭീകരവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രസരിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയായിരുന്നു. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ബോണായി നിൽക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ പേരിൽ വർഗീയ വിദ്വേഷം വളർത്തി കലാപം ഉണ്ടാക്കി എന്ന് ആക്ഷേപിക്കുന്ന നിരവധി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ നമ്മൾ കാണാം. അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നവരാരും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളല്ല, എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് അപ്പുറത്തും.
വിദ്യാഭ്യാസം. പക്ഷേ അതിൻ്റെ പിണിയാളുകളായിട്ട് പിന്നീട് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ സാലിം നേരത്തെ പറഞ്ഞ പോലെ, അവർ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയും താഴെ തലത്തിൽ ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യന്മാരെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി. ഇവിടെ അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇവർ ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്തി എന്നുള്ളതിന് തെളിവില്ല, അല്ലെങ്കിൽ നേരിട്ട് നടത്താനാണോ അവർ ഉദ്ദേശിച്ചിരുന്നതെന്ന് നമുക്കറിയില്ല. ഇവർ തന്നെയാണോ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നൊരു കാര്യമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കോടതിയിൽ പോയി തെളിയിക്കപ്പെട്ടിട്ടില്ല, കോടതിയുടെ മുമ്പാകെ തെളിവുകളൊന്നും ഹാജരാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആരോപിക്കുന്നത് ഇവരാണ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നു. കാരണം രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഇത്തരം കേസുകൾ നമുക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെ വിശ്വാസത്തിലെടുക്കുന്നു. അപ്പോൾ അത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. സാധാരണ നിലയ്ക്ക് ഈ ആളുകൾ അവരുടെ ഒരു കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുകയും താഴെയുള്ള ആളുകളെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ സംഭവിക്കാറ്. ഇത് എന്താ പറയുക, ഇനിയിപ്പോൾ അറസ്റ്റ് നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരാളാണ് ഈ പ്രൊഫഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു എന്താ പറയുക ഒരു പ്രൊപ്പഗാൻഡ ഇവിടെ അരങ്ങേറില്ലായിരുന്നു. ഇതിപ്പോൾ ഒറ്റയടിക്ക് 3 ഡോക്ടർമാർ ഈ കേസിൽ അറസ്റ്റിലാവുന്നു. തൊട്ടു ഉടനെ ഒരു സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം നടന്ന അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് അതേ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന വേറൊരു ഡോക്ടറാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉപയോഗപ്പെടുത്തുകയാണ് ഈ പറയുന്ന പ്രയോഗങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് ഇവിടെ വൈറ്റ് കോറൽ ടെററിസം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞു. അതിൻ്റെ ആളുകൾ ഒരു വിഭാഗത്തു നിന്ന് അറസ്റ്റിലായി കഴിഞ്ഞു. ഇതുപോലത്തെ മൊഡ്യൂൾസ് അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസ് മറ്റിതര ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാം. ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവരെ വിശ്വസിക്കരുത് എന്ന മെസ്സേജ് കൊടുക്കുകയാണ് ഇത്തരം പ്രയോഗങ്ങളിലൂടെ ചെല്ലുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇതുപോലെയുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ ഈ മോട്ടീവോടെ പ്രവർത്തിക്കുന്ന മനുഷ്യന്മാർ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാവാം. ഒരു വിഭാഗത്തിൽ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഒറ്റപ്പെടുത്തുന്നത്. അല്ലാതെ ഇതുപോലൊരു പ്രയോഗം നടത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഉന്നത തലങ്ങളിലിരിക്കുന്ന ആളുകളെ മുഴുവൻ സംശയത്തോടെ കാണണം എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഗുണമാവില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ അന്തരീക്ഷ സൃഷ്ടിപ്പിൻ്റെ ഭാഗം തന്നെയല്ലേ വൈറ്റ് കോളർ ടെററിസം പെട്ടെന്ന് തന്നെ ഒരു ഷിഫ്റ്റ് വന്ന് അത് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വൈറ്റ് കോളർ ജിഹാദായി മാറുന്നതും അങ്ങനെ രൂപത്തിൽ ചർച്ചകൾ വികസിക്കുന്നതും. അതെ, അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഇതുപോലത്തെ പ്രയോഗങ്ങൾ ഉണ്ടാക്കി വിടുന്നത്. അതിനെ നമ്മൾ വളരെ പെട്ടെന്ന് ഉപയോഗിച്ച് അതങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമായാണ്. നേരത്തെ ഇത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു തരത്തിലും തെളിവുകളില്ലാത്ത, ഒരു തരത്തിലും സ്ഥാപിക്കപ്പെടാത്ത, കേരളത്തിലെ ഏതാണ്ട് എല്ലാ അന്വേഷണ ഏജൻസികളും ഇല്ല എന്ന് പറഞ്ഞാൽ, ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ, ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചില്ല എന്ന് കണ്ടെത്തിയെന്ന് പാർലമെൻറ്റിൽ ഈ സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിലെ ഒരു മന്ത്രി തന്നെ പ്രഖ്യാപിച്ച ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും അത് ഉള്ളതാണ് എന്നും അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് എന്നും വിശ്വസിക്കുന്ന നിരവധി ആളുകളെ ഇതിനകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ പ്രൊപ്പഗാൻഡയിലൂടെ. ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പുരോഹിതനായ പാലാരൂപതയുടെ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗത്തെ ഏത് വിധത്തിലാണ് മനുഷ്യരുടെ മനസ്സിൽ സ്ഥാപിച്ചെടുത്തത് എന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ഉപാധികളാകണമോ എന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തോട് ബാധ്യതയുള്ള മാധ്യമങ്ങൾക്കുണ്ട്. അത് പക്ഷേ ദൗർഭാഗ്യവശാൽ സംഭവിക്കുന്നില്ല. അതിനും പകരം മാധ്യമങ്ങൾ ചെയ്യുന്നത് ഉടൻ തന്നെ ഇതിൻ്റെ ഈ ചരിത്രം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അതായത് ഇന്ന കാലം മുതൽ ഇതിൻ്റെ ഈ ടേമിൻ്റെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് എന്താ പറയുക, ഇപ്പോൾ അൽഖ്വയ്ദയുടെ സ്ഥാപകരായിരുന്ന ആളുകളുടെ ഡിഗ്രി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊന്നും ഇല്ലെന്നല്ല, പക്ഷേ ഈ ഡിഗ്രി എടുത്തിട്ട് അതിലേക്ക് പോയവരല്ലല്ലോ അവരുടെ ആശയങ്ങൾ, അപകടകരമായ അവരുടെ ആശയങ്ങൾ ഏത് ഡിഗ്രി എടുത്താലും അവരത് പിന്തുടരുമായിരുന്നു. ഇപ്പോൾ ഡിഗ്രി ഇല്ലെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ അവരങ്ങോട്ട് എത്തുമായിരുന്നു. അതിനെ ആ നിലയ്ക്ക് കാണാതെ ഈ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പഹൽഗാമിലെ ഭീകരത നമ്മൾ അനുഭവിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയൊരു പ്രോസസ്സായിരിക്കുമെന്ന് അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാസങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ നടുക്ക് വെച്ച് ഏതാനും
കിലോമീറ്ററുകൾക്ക് മാത്രം അകലെയാണ് പാർലമെൻ്റ് ഉള്ളത്, പ്രധാനമന്ത്രിയുടെ വീടുള്ളത്. അവിടെ വെച്ചാണ് സ്ഫോടനം നടക്കുന്നത്. എന്നിട്ടും നമ്മുടെ സുരക്ഷ അപകടത്തിലാണെന്ന് നമുക്ക് തോന്നേണ്ട സമയമായിട്ടില്ലേ? അല്ല, പഹൽഗാമിൽ ഈ ക്വസ്റ്റ്യൻ ഉന്നയിക്കാൻ പോലും പലരും തയ്യാറാണ്. അതായത് ഇങ്ങനൊരു എങ്ങനെയാണ് ഈ 4 പേര് അല്ലെങ്കിൽ 3 പേര് ഇത്രയും ദൂരം കടന്ന് അവിടെ എത്തി, ഈ ഒരു പ്രൊട്ടക്ഷനും വിനോദസഞ്ചാരികൾക്ക് ഇല്ലാതെ പോയത് എങ്ങനെയാണ്, ഇവരെത്ര ദിവസം അവിടെ കഴിഞ്ഞു, എങ്ങനെയാണ് ഇവർ തിരിച്ചു പോയത്, ഇതൊക്കെ ഇൻ്റലിജൻസ് ആൻഡ് എന്താ പറയുക സെക്യൂരിറ്റി ലാപ്സസ് അല്ലേ എന്നുള്ള ചോദ്യം പോലും വേണ്ട ഗൗരവത്തിൽ ഉന്നയിക്കപ്പെട്ടില്ല നമ്മുടെ രാജ്യത്ത്. 26 പേരുടെ ജീവനോ മറ്റോ പൊലിഞ്ഞൊരു ഇൻസിഡൻറ്റിൽ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയും ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഉന്നയിച്ചില്ല. ഇവിടെയും അതേ പ്രശ്നമുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത്, ഇന്നിപ്പോൾ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് ജമ്മു കാശ്മീർ പോലീസ് 20 ദിവസമായിട്ട് ഈ ടെറർ മൊഡ്യൂളിനെ കുറിച്ചുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. അതിലാണ് അവർ 7 പേരെ കസ്റ്റഡിയിലെടുത്തതായിട്ടും 2900 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ച ഫരീദാബാദിലുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഈ പറയുന്ന സ്ഫോടക വസ്തു ഇപ്പോൾ സംശയിക്കുന്നത് ഈ അറസ്റ്റൊക്കെ നടന്ന സാഹചര്യത്തിൽ ഭയന്നിട്ട് ഈ സ്ഫോടക വസ്തു എന്താ പറയുക ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. എന്നാൽ പോലും ഈ ആളുകളിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് എത്താൻ സാധിച്ചില്ല? വേണ്ട വിധത്തിലുള്ള അന്വേഷണമാണോ നടന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും ചേർന്ന് ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തുകയും ഇത്രയും വലിയൊരു സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തുകയും ചെയ്ത തൊട്ടുടനെ തന്നെ NIA പോലൊരു ഏജൻസി ഇതിനകത്ത് ഇൻവോൾവ് ആവുകയും തുടരന്വേഷണം നടക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? അവിടെ NIA ഇൻവോൾവ് ചെയ്തില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് NIA ആ ഘട്ടത്തിൽ ഇടപെട്ടില്ല? NIA ഇടപെട്ടിരുന്നെങ്കിൽ ഈ സ്ഫോടനം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയരേണ്ടതാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ചിലതെങ്കിലും, കോൺഗ്രസ്സൊക്കെ ചെറിയ തോതിൽ ഈ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും രാജ്യത്തെ ഈ സാഹചര്യം ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നതിൽ നിന്ന് അവരെ ഒരു പരിധി വരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ സുരക്ഷാ വീഴ്ച എന്നുള്ളൊരു സംഗതി ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മുൻകാലത്ത് ഇപ്പോൾ BJP ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഇത്തരത്തിൽ സ്ഫോടനങ്ങളുണ്ടായാൽ ആ സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടുടനെ ഇതിൻ്റെ സുരക്ഷാ വീഴ്ചയ്ക്കുള്ള ആരോപണങ്ങളുമായിട്ട് ഈ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ആളുകളാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. അവരതിനെക്കുറിച്ച് പറയുമെങ്കിലും വേണമല്ലോ, ഇത് സുരക്ഷാ വീഴ്ചയാണോ അല്ലയോ എന്ന് ജനങ്ങളോട് അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആംഗിൾ ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അത് മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് പകരം ഈ പറയുന്ന വിധത്തിലുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസ് ഉണ്ടായതിന് ശേഷം താജ് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നിട്ടാണ്, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, പക്ഷേ നരേന്ദ്രമോദി പറയുന്നത് ഇത് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ അപ്പോഴൊക്കെ കണ്ടിരുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നതും മന്ത്രിമാരുടെ രാജി അടക്കമുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉയരുന്നില്ല. പ്ലസ് ഈ മാധ്യമങ്ങളിലടക്കം ഈ ഡിസ്കഷൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യവുമായി ഇതിന് ബന്ധമുണ്ടോ? അതല്ല ഡെഫിനറ്റ്ലി അത് അത്തരം ഒരു സാഹചര്യം കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങളൊന്നും ഉന്നയിക്കപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ് എന്ന സ്ഥിതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും പ്രതികാര നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആരും ഒന്നും സംസാരിക്കുക പോലും തയ്യാറാവാത്തത്. ഇപ്പോൾ മുംബൈയുടെ ഭീകരാക്രമണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു വ്യാപ്തി കുറേ കൂടെ വലുതായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ പോലും അതിൽ ഉത്തരവാദിയായ ഒരാളെ ജീവനോടെ പിടികൂടി അയാളെ വിചാരണയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഭീകരാക്രമണം ഒറിജിനേറ്റ് ചെയ്തത്, അതിൻ്റെ തുടർച്ച എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമുക്ക് ജനത്തോട് പറയാൻ സാധിച്ചു. ഇപ്പോൾ പോലും അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാളെ അമേരിക്കയിൽ നിന്ന് എക്സ്ട്രഡിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവിധത്തിൽ ഒരാളെങ്കിലും പിടികൂടാൻ അന്നത്തെ സംവിധാനങ്ങൾക്ക് സാധിച്ചുകൊണ്ടാണ്. അതിപ്പോൾ സൈന്യമായാലും പോലീസായാലും ആരായാലും. പഹൽഗാമിൽ എന്നുള്ള ആലോചിച്ച് നോക്കൂ, ഇവിടെ നിന്ന് വന്നു, ഇവിടെ ആക്രമണം നടത്തി, അവർ തിരിച്ചുപോയി. അവരെ തന്നെയാണോ പിന്നീട് ആക്രമണത്തിലൂടെ വധിച്ചത് എന്ന് നമുക്ക് ജനത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന യാതൊരു തെളിവും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും ഗുരുതരമായൊരു വീഴ്ച അവിടെ നിൽക്കുകയാണ്. അതാരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പോൾ ഉണ്ടായ ലാപ്സസിൻ്റെ ഇത് ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ പോലും വരുന്നില്ല. അതൊരു ഒരു നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് അതിൻ്റെ രാജ്യക്കൂറിൻ്റെ മേലുള്ള ചോദ്യമായിട്ട് മാറും എന്ന സംശയമുള്ളതുകൊണ്ടാണ് ആളുകൾ അത് ചോദിക്കാൻ പഠിക്കുന്നത്. അതിലുപരി
ഈ ഒരു അന്തരീക്ഷത്തോട്, ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ കുറേ കാലമായിട്ട് അതാണ് ശരിയായ രാഷ്ട്രീയം എന്ന് വിചാരിക്കുകയും അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പഗാൻഡ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് ഈ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മാധ്യമങ്ങൾ ആരും ഈ ചോദ്യം ചോദിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതുപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ മലേഗാവ് കേസ് നമ്മൾ നേരത്തെ സംസാരിച്ചു. മലേഗാവിലും മക്ക മസ്ജിദ് സ്ഫോടന കേസിലുമൊക്കെ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ ആളുകളൊക്കെ പിൽക്കാലത്ത് നിരപരാധികളാകുകയും വേറെ ആളുകളോട് പ്രതിസ്ഥാനത്ത് വരികയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അന്നും അന്വേഷണ ഏജൻസികൾ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നതെന്ന് നമ്മൾ ഓർക്കണം. എന്താണ് ഈ യാഥാർത്ഥ്യം എന്ന് നമുക്കിപ്പോഴും അറിയില്ല. നമ്മുടെ മുമ്പിലേക്ക് യാഥാർത്ഥ്യം എന്താണ് എന്ന് വന്നിട്ടില്ല. അന്വേഷണം അതിൻ്റെ പ്രാരംഭ ദശയിൽ മാത്രമാണ്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുമാത്രം സംസാരിക്കുന്നതിന് പകരം ഈ പറയുന്ന വിധത്തിൽ വൈറ്റ് കോളർ ടെററിസം ഇവിടെ ഉണ്ടായിരിക്കുന്നു, അതിന് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കുന്നു, ഡൽഹി പോലെ രാജ്യ തലസ്ഥാനത്ത് പോലും അതിന് മൊഡ്യൂൾ ഉണ്ടായിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വേറെ എവിടെയൊക്കെ ഉണ്ടായിരിക്കാം, ഇമ്മാതിരി സംശയങ്ങളും അടിസ്ഥാനമില്ലാത്ത പ്രൊപ്പഗാൻഡയും നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തമല്ല മാധ്യമങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുറഞ്ഞ മാസങ്ങൾക്കിടെ 2 ഭീകരാക്രമണം ഇന്ത്യ നേരിടുകയാണ്. അതും ഒന്ന് തലസ്ഥാനത്താണ് നേരിടുന്നത്. സ്വാഭാവികമായും ഇപ്പം ഭീകരാക്രമണങ്ങളുടെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അത്ര മോശം സ്ഥാനമൊന്നുമല്ല ഇന്ത്യക്കുള്ളത്. നമുക്ക് ആഭ്യന്തരമായും അല്ലാതെയും ശത്രുക്കളുണ്ട് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിനുണ്ടാകുന്ന ഒരു ആശങ്ക പരിഹരിക്കേണ്ടത് കൂടി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല. ഇപ്പോഴത്തെ ഈ നടപടികൾ അനുസരിച്ച് ആ ആശങ്ക പരിഹരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഡെഫിനറ്റ്ലി സർക്കാരാണ് ഈ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടല്ലോ. ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്ന് പറഞ്ഞിട്ടാണല്ലോ സർക്കാരുകൾ അധികാരത്തിലെത്തുന്നത്. അതിലുണ്ടാവുന്ന ഒരു വീഴ്ച തന്നെയാണിത്. അപ്പോൾ എവിടെയാണിത് വീഴ്ച സംഭവിച്ചോ ഇല്ലയോ, സംഭവിച്ചുവെങ്കിൽ എവിടെയാണ്? ഈ ജമ്മു കാശ്മീർ പോലീസ് 20 ദിവസമായിട്ട് നടത്തി വന്ന അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആ വിവരം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ അന്വേഷണം വിപുലീകരിക്കാൻ NIA ശ്രമിച്ചിരുന്നു? ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണല്ലോ. അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലിമിറ്റഡായ അധികാരങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിൽ പോലും ഒരു സ്റ്റേറ്റിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് അമ്യുണീഷൻ്റെ ഹോൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സെൻട്രൽ ഏജൻസിക്ക് റിപ്പോർട്ട് ചെയ്യും. ഈ വിവരം ഏറ്റെടുത്തുകൊണ്ട് സെൻട്രൽ ഏജൻസി എന്താണ് ചെയ്തത്? NIA ഇമ്മീഡിയറ്റായിട്ട് അന്വേഷണം ഏറ്റെടുക്കേണ്ടിയിരുന്നില്ലേ? അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം ആ നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നായിരുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ. അതിനാണല്ലോ ആഭ്യന്തരമന്ത്രി അവിടെ ഇരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല നമുക്ക്. മേ ബി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി വരുമായിരിക്കും. അവർ നേരത്തെ അന്വേഷിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള വിവരമൊക്കെ വരുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? 13 ജീവൻ നഷ്ടപ്പെടാൻ പാകത്തിൽ രാജ്യതലസ്ഥാനത്തൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇൻ്റലിജൻസ് സംവിധാനം അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണം നടത്താൻ ആരെങ്കിലും പദ്ധതിയിരുന്നുണ്ടോ, അല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടോ, ഇതിനൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയർ വാങ്ങി ഈ രാജ്യത്തെ വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും പത്രപ്രവർത്തകരുടെയൊക്കെ ഫോണിൽ നിക്ഷേപിച്ച് വിവരം ചോർത്തുന്നൊരു സർക്കാരാണ് രാജ്യത്തുള്ളത് എന്നാണ് ആക്ഷേപമുള്ളത്. അതേ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം പൗരസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരണ്ടേ? അത് ഉയരുകയും അതിന് ഒരു ഉത്തരം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് ജനങ്ങൾക്ക് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പാകത്തിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവുള്ളൂ. ആ ബോധ്യം ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. റൈറ്റ്. ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു, ഒരുപാട് പേർ മരണപ്പെട്ടിരിക്കുന്നു. മരണപ്പെടുന്നത് സാധാരണക്കാരാണ്. അതിലുപരി നമ്മുടെ തലസ്ഥാനത്താണ് ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളും മറ്റു ചോദ്യങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. രാജ്യത്തെ ജനങ്ങൾ ഇതിന് മറുപടി അർഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.